ഹിയറിംഗ് എയ്ഡ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ കേടായി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന മേജറായിട്ടും കാണുന്ന ഒരു സാധനമാണ് ഹിയറിംഗ് എയ്ഡ് തുരുമ്പ് പിടിച്ചിരിക്കുക. പ്രത്യേകിച്ച് ബാറ്ററി ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ്, അതായത് ബാറ്ററി ഇടുന്ന ഭാഗത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ തുരുമ്പ് പിടിച്ച് അല്ലെങ്കിൽ പച്ച കളറിൽ ക്ലാവ് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ കാണുക എന്നുള്ളത്. സോ എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ വെള്ളം. ഈർപ്പം ഹിയറിംഗ് എയ്ഡ്സിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതുപോലെ തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ ക്ലാവ് ഒക്കെ പിടിച്ചിരിക്കുന്നത്. സോ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് മേടിക്കാൻ പോകുന്ന ആളുകൾ മെയിനായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് ഈർപ്പം തട്ടാണ്ട് ഹിയറിംഗ് എയ്ഡ്സ് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ ഹിയറിംഗ് എയ്ഡ്സിന്റെ ഹിയറിംഗ് എയ്ഡ്സിന് ഒട്ടും കണ്ടുകൂടാത്ത ഒരു സാധനമാണ് വെള്ളം എന്നുള്ളത്. ഓക്കെ, സോ വെള്ളം തട്ടിയാൽ എന്ത് സംഭവിക്കും, ഈർപ്പം അതിനകത്തോട്ട് കടന്നാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളം ഹിയറിംഗ് എയ്ഡ്സിന്റെ റിസീവർ അല്ലെങ്കിൽ റിസീവറിന്റെ സ്പീക്കറിന്റെ ആ ഒരു ഭാഗത്തോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ശബ്ദം പുറത്തോട്ട് വരത്തില്ല, ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന വെള്ളം തന്നെ ഹിയറിംഗ് എയ്ഡ്സിന്റെ മൈക്കിലോട്ട് കയറി ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ മൈക്കിന്റെ ശബ്ദങ്ങളെ പിക്ക് ചെയ്യാൻ പറ്റില്ല, ഹിയറിംഗ് എയ്ഡിന്റെ ശബ്ദങ്ങളെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാറ്ററി ഇടുന്ന ആ ഒരു ഭാഗത്തിന്റെ ഇടയിലോട്ടൊക്കെ ഈ വെള്ളം കടന്നു കയറി ചെല്ലുകയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എന്താണ്, ഒരു ഇലക്ട്രോണിക് സാധനമാണല്ലേ, അതിൻ്റെ അകത്ത് കുഞ്ഞ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈർപ്പം ആ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോട്ട് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ആകും, ഹിയറിംഗ് എയ്ഡ് ഡാമേജ് ആയി പോകും. സോ വെള്ളത്തിൽ നിന്ന് അതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ മുൻപത്തെ എൻ്റെ ഏതോ ഒരു വീഡിയോസിൽ ഹിയറിംഗ് എയ്ഡ് മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പാക്കിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ പറയുന്ന ഒരു സാധനമാണ് ഡ്രൈ ബോക്സ്. അതായത് ഇതുപോലത്തെ ഒരു ഡ്രൈ ബോക്സ് ഹിയറിംഗ് എയ്ഡ് മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഹിയറിംഗ് എയ്ഡ് ഈർപ്പം തട്ടുകയാണെങ്കിൽ ഇട്ട് വച്ചേക്കേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് സിലിക്ക ജെല്ലാണ്. ഓക്കെ, മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടുമ്പോൾ ആ ഒരു സിലിക്ക ജെല്ല്, പ്രത്യേകിച്ചും ഹിയറിംഗ് എയ്ഡ് മേടിക്കുമ്പോൾ പല ടൈപ്പിലുള്ള സിലിക്ക മുത്തുകളുണ്ട്. വെള്ള കളറിലുള്ളത്, നീല കളറിലുള്ളത്, പച്ച കളറിലുള്ള സിലിക്ക ബീഡ്സുകളുണ്ട്. ഹിയറിംഗ് എയ്ഡ്സ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും കിട്ടുന്നത് ബ്ലൂ കളറിലുള്ള സിലിക്ക ബീഡ്സ് ആയിരിക്കും, സിലിക്ക ജെല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നീല കളറിൽ തന്നെയാണോ എന്നുള്ളത് നോക്കാം. ഇനി അല്ല, നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നീല കളറിലല്ല എന്നുണ്ടെങ്കിൽ ഈ സിലിക്ക ജെല്ല് ഇരുന്നിരുന്ന സിലിക്ക മുത്തുകൾ ഇരുന്നിരുന്ന് കുറെ കഴിയുമ്പോൾ അതിന്റെ വെള്ളങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നീല കളറിലുള്ളത് പതുക്കെ ലൈറ്റ് നീല കളറാവും, അത് എൻ്റെ പിങ്ക് കളറാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അത് പിങ്ക് കളർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ആ സിലിക്ക ജെല്ല് ലൈറ്റ് നീല കളറാണ് അല്ലെങ്കിൽ പിങ്ക് കളറാണെങ്കിൽ ആ സിലിക്ക ജെല്ല് ഈ ഒരു ബോക്സ് തുറക്കുക, അതിൻ്റെ അകത്തുനിന്ന് സിലിക്ക ജെല്ല് ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം തുറക്കുക. കണ്ടോ, ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല, ഇതിപ്പം ചെറുതായിട്ടല്ല, നല്ല ഇതിൻ്റെ കപ്പാസിറ്റി പോയി, പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് തുറന്നിട്ട് നമുക്ക് മുത്തുകളായിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഇതിനകത്ത് മുത്തുകളായിട്ട് തന്നെ കിട്ടും. ഈ മുത്തുകൾ ജസ്റ്റ് വീട്ടിലൊരു പാൻ എടുക്കുക, ഈ പാനിനകത്തോട്ട് ഇടുക, അത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഈ പിങ്ക് കളർ മാറി പഴയ നീല കളറിലോട്ടാകും, കട്ടി നീല കളറിലോട്ടാകും. അപ്പോൾ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ഹിയറിംഗ് ഡീഹ്യൂമിഡിഫയേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ സിലിക്ക ജെല്ലുകൾ മേടിക്കാൻ കിട്ടും, അത് മേടിച്ചു വയ്ക്കാം. സോ വെള്ളം തട്ടാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൂടുകാലമാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നല്ലോണം വിയർപ്പ് വരും, നമ്മുടെ മുടിയിൽ നിന്നൊക്കെ വിയർപ്പ്, ആ ഒരു ഈർപ്പം ഹിയറിംഗിൻ്റെ അകത്തോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ ചെന്നുടനെ ആ ഒരു മുടിയൊക്കെ ആ ഒരു ഭാഗം നല്ലോണം തുടയ്ക്കുക, ഹിയറിംഗ് എയ്ഡ് നല്ലോണം തുടയ്ക്കുക, എന്നിട്ട് മാത്രമേ റീയൂസ് ചെയ്യാവുള്ളൂ. രാത്രി കിടക്കുമ്പോൾ സാധാ ബോക്സിനകത്ത് ഇട്ട് വയ്ക്കുന്നതിന് പകരം ഈ ഒരു ഡീഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ ഈ സിലിക്ക ജെല്ലുള്ള ബോക്സിന്റെ അകത്ത് ഇട്ട് വയ്ക്കാം. അപ്പം ഈർപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചെടുത്തോളും. മഴക്കാലമാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മഴച്ചാറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈർപ്പം തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ വീട്ടിൽ ചെന്ന ഉടനെ ഹിയറിംഗ് എയ്ഡ് നല്ലോണം തുടച്ചതിന് ശേഷം ഈ ഒരു ഡ്രൈ ബോക്സിന്റെ അകത്ത് ഹിയറിംഗ് എയ്ഡ് ഇട്ട് വയ്ക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ യെസ്.